സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ നല്ല മടിയായിരുന്നു കേട്ടോ. എങ്കിലും 6 മണി കഴിഞ്ഞു. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പാല് കാച്ചലിലൂടെ തുടങ്ങി. അങ്കുൻ്റെ ടിഫിൻ ബോക്സിൽ നിന്ന് ചപ്പാത്തിയാണ്. രാത്രി ഞാൻ ചപ്പാത്തിയുടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കി. പിന്നെ കുറച്ച് മുട്ട ബുർജി കേട്ടോ, അതായത് നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് എഗ് ബുർജി പോലെ. അതുമാണ് ഇന്ന് അവൻ്റെ ലഞ്ച് ബോക്സ്. അത് ഫാസ്റ്റായിട്ട് അങ്ങ് തട്ടിക്കുട്ടി സെറ്റപ്പാക്കി. ആദ്യം വിചാരിച്ച് ബ്രെഡ് സാൻഡ്വിച്ച് പോലെ കൊടുക്കാമെന്ന്. പിന്നെ എന്തായാലും ചപ്പാത്തിയുടെ മാവുള്ളതുകൊണ്ട് അതങ്ങ് സെറ്റാക്കി. സൈഡിലൂടെ ആദ്യത്തെ ചായ ഇട്ട് അപ്പോഴത്തേക്കും നമ്മുടെ അങ്കു ഇറങ്ങിയിട്ടോ സ്കൂളിൽ പോകാൻ. ഇതൊക്കെ ആസ് യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് റോബോട്ടിനെ പോലെ നമ്മളറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുവേ. അപ്പം ഇന്ന് പോകും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ നമ്മുടെ കിച്ചണിൽ ആദ്യം വരുമ്പോൾ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കണേന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് ആദ്യം നിങ്ങളെയൊക്കെ നേരെ നോക്കി ഹായ് പറഞ്ഞിട്ട് നമ്മുടെ പണികൾ ചെയ്യുക. നമ്മുടെ ആ ഗ്യാസിന്റെ പുറകിലോട്ട് ക്യാമറ വെച്ചാൽ എൻ്റെ മുഖം മാത്രമേ കാണത്തുള്ളൂ. വേറെ വ്യൂസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എൻട്രിയിൽ ക്യാമറ വെച്ചേക്കുന്നത്. ഇന്ന് ഞാനൊരു ക്രിസ്പി കോളിഫ്ലവർ റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു ഹാഫ് ബോയിൽഡ് ആക്കിയിട്ട് അത് വെള്ളം ഊറ്റിയിട്ട് മുളക് പൊടിയും ഉപ്പ് ഇതൊക്കെ തിരുമ്മി ഒരു അരമണിക്കൂർ പുറത്ത് തണുപ്പുണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മുടെ ഓവനിൽ വെച്ച് ബേക്ക്ഡ് ആൻഡ് ഗ്രിൽഡ് ആക്കാൻ പോവുക. അതിനായിട്ട് ഞാൻ ട്രേയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അവൻ പ്രീഹീറ്റ് ചെയ്തു. ഞാനൊരു 30 മിനിറ്റ്സ് ആദ്യം ബേക്ക് ചെയ്തെടുക്കാനേ കൺവെക്ഷൻ ഇലക്ട്രിക് മോഡിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കും. ഓൾമോസ്റ്റ് ഒരു ഹാഫ് കുക്ക്ഡ് ആണ് നമ്മുടെ കോളിഫ്ലവർ. അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക വെന്ത് കിട്ടുട്ടോ. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളിഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കും. അത് ഗ്രിൽ മോഡിൽ 20 മിനിറ്റ്സും കൂടെ വെക്കുക. നല്ല കിടിലം ഗ്രിൽഡ് കോളിഫ്ലവർ കിട്ടി. 1 ടീസ്പൂൺ എണ്ണ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മുളക് പൊടിയുടെ ഇടുന്ന സമയത്ത് ഒന്ന് തിരുമ്മി വെച്ചാലും മതി. അത്രയും മതി കേട്ടോ, എണ്ണ പോലും വേണ്ട. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലത്തെ കോളിഫ്ലവർ നമുക്ക് കിട്ടും. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇന്നത്തെ ഇൻഗ്രീഡിയൻസും ഒന്നും വേണ്ട, ഇങ്ങനെ കഴിക്കാൻ ഹെൽത്തിയുവാ. കുറേ നാളായിട്ട് നമ്മുടെ മട്ടർ ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു. ഫ്രഷ് മട്ടർ ഉണ്ടല്ലോ, അപ്പം അത് പൊളിക്കാനുള്ള മടി കൊണ്ടാണ്. അങ്കൂൻ്റെ അടുത്ത് സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ കഷ്ടമല്ലേ അവനെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് വെച്ചിട്ട് ഇന്ന് എന്തായാലും പുറത്തെടുത്ത് വെച്ച് ഞാനത് പൊളിച്ച് ഇടുകയാണ്. പൊളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാസ്റ്റ് എന്തെങ്കിലും തട്ടിക്കൂട്ടാമല്ലോ. അപ്പം ആ പണി ചെയ്ത് കഴിഞ്ഞു. ലഞ്ച് എന്താണെന്നറിയാമോ? ഇന്നൊരു 1 പോട്ട് മീലാക്കി വെച്ചു. ബീട്രൂട്ടും ക്യാരറ്റും ഞാൻ നേരത്തെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്ന 1 പോട്ട് മീല്. അങ്കൂന് ഈ വെജിറ്റബിൾസ് മാത്രം ഉള്ളതുകൊണ്ട് ഒരു വിഷമം വേണ്ടാന്ന് വെച്ചിട്ട് മുട്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരു ബൂന്തി റൈത്ത ഉണ്ടാക്കി. ഇതായിരുന്നു ഇന്ന് ലഞ്ച്. എല്ലാ ദിവസവും ഒരേ രീതിയിലെ ചോറും കറീനെ കാട്ടി എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും വ്യത്യസ്തമായിട്ട് കൊടുത്താൽ ഒരു ഹാപ്പിനെസ് നമ്മുടെ വീട്ടിൽ കിട്ടുമല്ലോ. അപ്പം ഇന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ലൊരു ചെറിയൊരു തണുത്ത കാറ്റും ഇളം വെയിലും. ഇത് സന്ധ്യ സമയത്തെ ഒരു വിഷ്വലാണ്. നമ്മുടെ ഈ ഫ്രണ്ടിലെ ജനലിലൂടെ കാണുന്ന നമ്മുടെ ചന്ദ്രനാണ്. ഞാനത് സൂം ചെയ്തതെന്ന് വെച്ചാൽ വലിയ ലൈറ്റ് കാരണം അത്ര ഇല്ലല്ലോ. എനിക്കൊന്ന് ഫുൾ മൂൺ ആയിരുന്നു എന്ന്. ഡിന്നറിന് ചപ്പാത്തി, ഒരു ഉരുളക്കിഴങ്ങും വെജിറ്റബിൾസ് കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ കൂടെ തട്ടിക്കൂട്ടിയിട്ടിട്ടൊരു കറിയും. ശരിക്കും ഞാൻ എടുത്ത് സവാള ഇടാനങ്ങ് മറന്നുപോയി കേട്ടോ. ഒരു കൊഴുപ്പ് കുറവ് പോലെ തോന്നി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിന്നർ. നമ്മൾ നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് രാജസ്ഥാനി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഇറങ്ങാനായിട്ട് നിന്നപ്പോൾ അങ്കു എന്തോ സാധനം ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറയുന്നത് അവൻ അത് എടുക്കുക. എന്തോ അവൻ ഉണ്ടാക്കി വെച്ചതാ. അയ്യോ, എന്റെ കൈ ഷോക്ക് അടിച്ച് നിന്നെ തൊട്ടപ്പോ. എന്തോ സാധനം, എന്തോ ഐസ്ക്രീം ഒക്കെ നോക്കട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ കഴിക്കാൻ നമ്മള് പോവല്ലേ കഴിക്കാൻ. മധുരമാണോ? അങ്ങനെ ഫൈനലി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡൽഹി ഗുഡ്ഗാവ് ഏരിയയിലോട്ട് ഈ റിപ്പബ്ലിക് ഡേയുടെ അന്നും അതുപോലെ തന്നെ August 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നും ഒന്നും പോകാൻ പറ്റത്തില്ല. ഭയങ്കര ചെക്കിങ് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ രാജസ്ഥാനിലോട്ട് പോകാന്ന് വെച്ചാൽ. ഡൽഹിയിൽ പോകുന്ന അത് ദൂരേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് രാജസ്ഥാനിൽ കയറാൻ. നമ്മളിപ്പോൾ പോകുന്നത് കോട്ട്പുത്ലി, രാജസ്ഥാൻ കോട്ട്പുത്ലി കഴിഞ്ഞിട്ടൊരു സ്ഥലത്താണ്. നമ്മുടെ ഇവിടെ ഒരു മണിക്കൂർ കൂടുതലുണ്ട് ഡ്രൈവ്. ഇപ്പം രാജസ്ഥാനിലെ ഹരിയാനയിലെ ആ ബോർഡർ ഏരിയയിലെ ഗ്രാമങ്ങളുടെ കാഴ്ചയാട്ടോ. അവിടെ ഉള്ള എന്താ പറയുക കടകളും കാര്യങ്ങളും. ഹരിയാനയും രാജസ്ഥാനും നമ്മുടെ കേരളം തമിഴ്നാട് പോലെ ലിങ്ക് ചെയ്ത് കിടക്കുന്നതായത് കൾച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും രാജസ്ഥാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഹരിയാന കുറച്ചും കൂടെ ഒതുങ്ങി, എന്താ പറയുക, ഇവിടെ കുറച്ചും കൂടെ ഒരു ഒതുക്കമുണ്ട്. രാജസ്ഥാനി കുറച്ചും കൂടെ ഒരു വൈബ്രൻ്റ് ആണ്.
അങ്ങനെ നമുക്കൊരു വ്യത്യാസം കാണും. ശരിക്കും നമുക്ക് തന്നെ അറിയാമല്ലോ, കേരളവും തമിഴ്നാടിന്റെ ആ ഒരു ഡിഫറൻസ് പോലെ തന്നെയാണ്. നമ്മൾ ഇതേ രാജസ്ഥാനിലോട്ട് കയറിയിട്ടുണ്ട്. പാടങ്ങളും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് അരാവലി റേഞ്ചസിന്റെ മലകൾ കാണും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അരാവലി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ താഴെയാണ് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്ന ഈ വലിയ ബോർഡ് കണ്ട കട. അപ്പൊ ആ കടയുടെ ഒരു ഹൈവേ കിങ് എന്നാണ്. ആരെങ്കിലും ഈ വഴിയൊക്കെ പോവാണെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കും. ഇവരുടെ ഒരു ചെയിൻ തന്നെ ഉണ്ട്. നല്ല അടിപൊളി ഫുഡാണ്. രാജസ്ഥാനി മാത്രമല്ല ഹരിയാനയിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതിപ്പോ നമ്മൾ രാജസ്ഥാനി ഏരിയ ആയതുകൊണ്ട് രാജസ്ഥാനി ഫുഡാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ബ്രാൻഡഡ് ഐറ്റംസിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ 2-3 പ്രാവശ്യം നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഹൈവേ കിങ് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഹൈവേ തന്നെയാ സംഭവം. ഹൈവേ കിങ് വലിയ വലിയ ട്രക്കുകളൊക്കെ പോകുന്നുണ്ടോ. നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വാഷ്റൂംസും കാര്യങ്ങളും. സംഭവം നല്ല സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ രാജസ്ഥാനി സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരുടെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും കേട്ടോ. ജോക്കിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ടോ? നമുക്ക് അവിടെയും കയറാം. ഒരുപാട് കടകളുണ്ട് കേട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന്റെ. അതുകൂടാതെ രാജസ്ഥാൻ ഏരിയ ആയതുകൊണ്ട് രാജസ്ഥാനി കുറച്ച് ഇവരുടെ തന്നെ ആർട്ട് ക്രാഫ്റ്റുകൾ അതൊക്കെ വാങ്ങണമെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കി, ഇവിടുത്തെ തന്നെ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. കുറച്ച് കോസ്റ്റ്ലി ആണ് എങ്കിലും നമുക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ ബാർഗൈനൊക്കെ ചെറുതായിട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ അവർ തരും. ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ ചെരുപ്പും ഡ്രസ്സുകളും ഒക്കെ കിട്ടും കേട്ടോ. ദുപ്പട്ടാസ് നല്ല നീളമുള്ള ഷോള് നമ്മൾ പറയും, ഇവിടെ ദുപ്പട്ട എന്ന് അവർ പറയുന്നത്. ഇവർ ഈ മൂത്തൂടൊക്കെ ഇടുമല്ലോ, മെയിൻലി ഹരിയാനീസ് ആണ് മൂത്തൂട് ഇടുന്നത് കേട്ടോ. രാജസ്ഥാൻ വർക്കൊക്കെ ഇട്ട് എന്താ പറയുക, കസേരയും കാര്യങ്ങളും ഇതൊക്കെ വേണ്ടവർക്ക് വാങ്ങിച്ചിടാം. നമ്മളിതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ വീട്ടിൽ ഇടാൻ പോകുന്ന സ്ഥലമില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കി ഭക്ഷണം കഴിക്കാനാണല്ലോ നമ്മൾ മെയിൻ വന്നത്. പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ട്. സ്വീറ്റ്സ് ഇപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ ഈ കപ്പലണ്ടിയും അതുപോലെ തന്നെ എള്ള് അതൊക്കെ വെച്ചിട്ടുള്ള സ്വീറ്റ്സ് ആയിരിക്കും. അപ്പോൾ വാഷ്റൂമിലോട്ടൊന്ന് പോയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. ഞാൻ എല്ലാം ഒന്നും ആയി നോക്കി. വിൻഡോ ഷോപ്പിംഗ് അത് കുഴപ്പമില്ലല്ലോ. എല്ലാ രീതിയിലുള്ള ഡ്രസ്സസും ഉണ്ട് കേട്ടോ. പിന്നെ ബാഗ്സ് കാര്യങ്ങൾ. തണുപ്പായതുകൊണ്ട് കൂടുതലും തണുപ്പിൻ്റെ ആയിരിക്കും കൂടുതൽ കളക്ഷൻസ് കിടക്കുന്നത്. എങ്കിലും അല്ലാത്തതും ഉണ്ട്. ദേ സ്വീറ്റ്സ് ഒക്കെ കേട്ടോ. ഇതും ഈ തണുപ്പ് സമയത്തിന് പറ്റിയ എന്താ പറയുക, തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ എള്ള് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഭരണി പോലെ കുറേ ഭരണികൾ, ക്ലേ കൊണ്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരുപാട് പ്ലേറ്റ്സും. ശരിക്കും നമ്മുടെ നാട്ടിലത് ഈ ഭരണിയൊക്കെ കണ്ടോ. പിന്നെ ചൈന ഭരണി ഭംഗിയുള്ളത് അത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാൻ പറ്റും. വലുതും ഒക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് രാക്കെ അത് വാങ്ങാൻ ഇത് വാങ്ങാന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ഇത് ഉപയോഗിക്കത്തില്ല, സൈഡിലോട്ട് ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൂടുതൽ പ്രിഫർ ചെയ്യത്തില്ല. നമ്മളിതേ ഫുഡ് ഒത്തൻറ്റിക് രാജസ്ഥാനി ടേസ്റ്റിലുള്ള ഫുഡ് കഴിക്കാമെന്ന് വെച്ച്. വെജിറ്റേറിയൻ ആട്ടോ മെയിൻലി. ഈ ഏരിയയിലോട്ടൊക്കെ വന്നാൽ വെജിറ്റേറിയൻ തന്നെ കിട്ടത്തുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റി വെജിറ്റേറിയൻ ആയിരിക്കും, നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം. ഭരണിയിൽ തന്നെ വെച്ച ഇവിടുത്തുകാരുടെ അച്ചാർ, പറാട്ടയുടെ കൂടെ. അല്ലാതെ ഇവിടെ ഉള്ളൊരു അച്ചാർ നന്നായിട്ട് കഴിക്കും കേട്ടോ. നമ്മുടെ അച്ചാർ പോലെയല്ല, വേറൊരു ടേസ്റ്റാണ് ഇവിടുത്തെ അച്ചാർ. പിന്നെ കുറേ കട്ടോരീസ് വെച്ചേക്കും. പിന്നെ ആസ് യൂഷ്വൽ റാഡിഷാണ് ഈ വെട്ടി വെച്ചേക്കുന്നത്. പിന്നെ വിനിഗറിലിട്ട് ഉള്ളി, അത് കേടാവാതിരിക്കാനാണ്, സ്മെല്ലൊന്നും വരാതിരിക്കാനോ ഉള്ളി അങ്ങനെ വെച്ചേക്കുന്ന ഒരു വയലറ്റ് കളറിൽ. പിന്നെ മുളക് അച്ചാർ പോലെ മുളക്, പച്ചമുളക്. ഇവർ അതങ്ങനെ വെറുതെ കഴിക്കും. ഇവരുടെ ഫുഡിനൊക്കെ എരിവില്ലെങ്കിലും മുളക് ഇവർ കൂടെ കഴിക്കും കേട്ടോ. നമ്മുടെ ഫുഡിനൊക്കെ കുറച്ചും കൂടെ സ്പൈസി ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. മട്ടർ പനീറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഓർഡർ എടുത്ത പുള്ളി പറഞ്ഞു നിങ്ങൾ ഇത്രയും കഴിക്കരുത്, കാരണം നല്ല ഹെവിയാണ്. നെയ്യും ബട്ടറും ആണ് ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പനീറും പിന്നെ ഹെവി ആണല്ലോ. അതെ കണ്ടോ, എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാമോ ഇതൊക്കെ. പിന്നെ ഇത് സാഗാട്ടോ, ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഒരു ഡിഷാണ്. ഈ സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ റൊട്ടി ഉണ്ടോ, അതാണ് പുള്ളി പറഞ്ഞത് നിങ്ങൾ ഇത്രയും കഴിക്കത്തില്ല. നമ്മൾ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ സൈഡാവും. കാരണം നല്ല രീതിയിൽ നെയ്യും ബട്ടറും ഒക്കെ ഉള്ളതുകൊണ്ട് പനീറും ഒക്കെ നമ്മുടെ അകത്തോട്ട് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വയറ് ഫുള്ളാവും. അതാ പുള്ളി പറഞ്ഞ് ഇത്രയും നിങ്ങൾ കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മട്ടർ പനീർ ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ പ്ലേറ്റിൽ ഞാൻ എല്ലാം എടുത്തു വെച്ചു. എല്ലാം ടേസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ കുറേശ്ശേ ആദ്യം അത് എടുത്തു വെച്ചു. കഴിക്കട്ടെ. തന്തൂരി റൊട്ടിയാണ്. പിന്നെ ലാസ്റ്റ് ശർക്കരയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇത് ഒരുപാട് കടകൾ ചുറ്റുമുള്ള ഒരു സംഭവം കേട്ടോ. ഒരുപാട് കടകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫുഡിന്റെയും കൂടെ ചേർത്താണ്. ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം അങ്ങനെയുള്ള ബ്രാൻഡഡ് സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്കു ഡെസേർട്ട് എന്ന് പറഞ്ഞ് എന്തോ ഒരു സംഭവം ഷേക്ക് എന്തോ ഓർഡർ ചെയ്തു, ഓറിയോ എന്തൊക്കെയോ, കിറ്റ്കാറ്റ് ഓറിയോ എന്നൊക്കെ പറഞ്ഞ അവന് ഇഷ്ടമാണ്. അത് ഞാൻ ആസ് യൂഷ്വൽ നമ്മുടെ കുല്ലഡ് ലസ്സി, എവിടെ ചെന്നാലും ഞാൻ പ്രിഫർ ചെയ്യുന്ന സംഭവമാണ് സ്വീറ്റ് ലസ്സി. അത് കുല്ലഡ് നമ്മുടെ ഇങ്ങനെ മൺപാത്രത്തിലാണെങ്കിൽ ടേസ്റ്റ് ഇരട്ടിയ. രാക്കെ ഒരു ചായ. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മുടെ ഈ ഒരു സംഭവം വന്നാൽ
തീർന്നു എന്നല്ലേ. അതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇതൊക്കെ ഇതിനകത്തുള്ള കടകളാട്ടോ. ഒരു വലിയൊരു ഏരിയയാണ്. നമുക്ക് നടന്ന് കണ്ടിട്ട് വയറ് നിറച്ച് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. നമ്മുടെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഡൽഹി ഗുഡ്ഗാവ് പോകുന്ന ആ ഒരു ദൂരമേ ഉള്ളൂ. പക്ഷേ ഗ്രാമങ്ങൾ വഴിയാണ് നമ്മൾ വരുന്നത്. രാജസ്ഥാനിലാണിത്. കോട്ട്പുത്ലി കഴിഞ്ഞിട്ടുള്ള ഹൈവേക്കിംഗ് ആണ്. രാജസ്ഥാനി ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ കുറേ ഹൈവേക്കിങ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ പഞ്ചാബിലോട്ട് പോകുന്ന വഴിയും അതുപോലെ തന്നെ നമ്മുടെ ഹരിയാനയിലും ഒക്കെ ഉണ്ട്. ഇത് വരുന്നത് നമ്മുടെ അരാവലി മൗണ്ടൻ റേഞ്ചസിന്റെ തൊട്ട് താഴെ. ഇതിന്റെ ചുറ്റും മലകളാണ്. അതിന്റെ ഒരു ഭംഗിയുണ്ട്. ഹൈവേയും ആണ്. ലൊക്കേഷന്റെ സിഗ്നൽ ഇട്ടിട്ട് അവർ നീൽക്കെന്ന് എഴുതിയേക്കുന്ന കണ്ടോ, അതാണ് ഈ വില്ലേജ് കേട്ടോ. നീൽക്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു വില്ലേജിന്റെ ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ്. രാജസ്ഥാനിലുള്ള നീൽക്ക എന്ന് പറഞ്ഞൊരു ഗ്രാമം. ഇന്നത്തെ വീഡിയോ വെച്ച് എന്റെ പേരാണ്. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.